ശ്രീ എൻ ബാദുഷ കൃത്യമായി തിരക്കഥ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്, അവ്യക്തത മുതലാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ വനം കൊള്ള, അതിന് ശേഷം പിടിച്ചെടുത്ത കുറച്ച് മരത്തടികൾ മാത്രമാണ്. കടത്താവുന്നവയൊക്കെ അവിടെ നിന്നും കടത്തി കഴിഞ്ഞിരുന്നു, കോടികളുടെ ലാഭവും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ബാക്കി കിട്ടിയ മരത്തടികൾ ഇപ്പോൾ അവിടെ കിടന്ന് നശിക്കുകയാണ്. വനം വകുപ്പ് സ്വീകരിക്കേണ്ട നടപടികളും സ്വീകരിക്കുന്നില്ല. അവർ കുറ്റപത്രവും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഒരു വലിയ പൊതുമുതൽ നശിപ്പിച്ചതിന് ശേഷം ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രം അവിടെ കിടന്ന് നശിക്കുന്ന കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വനം വകുപ്പിലെ ആർജവമുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു DFO 54 കേസുകളിലായിട്ടുള്ള മരങ്ങൾ കണ്ടുകെട്ടുകയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ശ്രീ ജോസഫ് മാത്യു സൂചിപ്പിച്ചതുപോലെ അത് ജില്ലാ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒത്താശയോടുകൂടി അത് ഇപ്പോഴും അതിന് എതിരായി അപ്പീൽ പോലും കൊടുക്കാതെ നിൽക്കുകയാണ് വനം വകുപ്പ്. ഇതിനാരാണ് ഉത്തരവാദി? അനേകായിരം കോടി ഉറുപ്പികയുടെ മരങ്ങളാണ്. അതേപോലെ തന്നെ അത് ശ്രീ ജോസഫ് മാത്യു സൂചിപ്പിച്ചതുപോലെ ഇപ്പം സർക്കാർ സാധാരണ കോടതി പോലും അത് അനുമതി കൊടുക്കും. ഈ മരം നശിച്ചു പോകാതെ അത് ലേലം ചെയ്ത് ഖജാനാവിലിടുകയും ആരാണോ അത് കോടതി കണ്ടെത്തുന്നത് അവർക്ക് അവസാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. അതിനൊന്നും തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കൂച്ച് വിലങ്ങിട്ട് കഴിയപ്പെട്ടിരിക്കും, അവരെ കൂച്ച് വിലങ്ങിട്ടിരിക്കുന്നു. അതാണ് വസ്തുത. പിന്നെ മറ്റൊന്ന്, ജയതിലക് ഇട്ടിട്ടുള്ള ഉത്തരവിനെ അവ്യക്തത മുതലെടുത്തുകൊണ്ട് റോജി അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയ ഒരു കൊള്ള എന്ന് നമ്മളിതിനെ ലഘൂകരിക്കാൻ പാടില്ല. ഇത് വാസ്തവത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാരും കേരളത്തിലെ മറ്റ് മരമുതലാളിമാരുടെ സപ്പോർട്ട് കൂടി, അവരുടെ ഒരു പ്രതിനിധികൾക്ക് ഇവരും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മന്ത്രിമാർ, വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും കലക്ടറും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതായ വലിയ ഒരു മാഫിയ ഗൂഢാലോചന ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അത് അന്ന് തന്നെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പത്രസമ്മേളനങ്ങളോടൊക്കെ നടത്തുകയും സ്ഥലം സന്ദർശിച്ച നേതാക്കന്മാരോട് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായ അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാരെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. കുമ്മനംജി മുതലുള്ള അന്നത്തെ കേന്ദ്രമന്ത്രി ഒക്കെ, അവരോടൊക്കെ നമ്മളത് സൂചിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ആശങ്ക അറിയിച്ചിരുന്നു. അതൊന്നും ചെവിക്കൊള്ളാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പൊറാട്ട് നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇവിടെ BJPയുടെ നേതാവ് ശ്രീ മാഷ് പറഞ്ഞതുപോലെ ചാനൽ മുതലാളിമാർ, മാധ്യമ പ്രവർത്തകർ ഒരു അവിഹിതമായ ധനസമ്പാദനത്തിലൂടെ ഒരു മാധ്യമങ്ങൾ ചാനലുകൾ കൈവശപ്പെടുത്തുകയും അതിൽ സ്വന്തം ഇച്ഛക്കനുസരിച്ച് കുരക്കുകയും ചാടുകയും ചെയ്യുന്ന റിപ്പോർട്ടർമാരെയും ആങ്കർമാരെയും നിശ്ചയിച്ച്, നിങ്ങൾ ഓർക്കണം, ബെന്നിയെ ഒരു പരിധിവരെ സർക്കാരിൻ്റെ ഇച്ഛക്ക് എതിരായി നല്ല രീതിയിൽ കേസ് നടത്തിയുള്ള DSP ബെന്നിയെ ഈ റിപ്പോർട്ടർ ചാനൽ കോർണർ ചെയ്യുകയും അയാളെ മലപ്പുറത്തോ തിരൂരവിടെ എത്തിയപ്പോൾ അയാളെ നിരന്തരമായി വേട്ടയാടുകയും ചെയ്തിട്ടുണ്ട്. ഷജിന കരീമിനെ നിരന്തരമായി വേട്ടയാടിയിട്ടുണ്ട്, ഷമീറിനെ വേട്ടയാടിയിട്ടുണ്ട്, ദിനേശിനെ വേട്ടയാടിയിട്ടുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരെ അത് ഇവിടെ ചില ആൾക്കാർ സൂചിപ്പിച്ചു, എന്നെ അടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവരെല്ലാം നശിപ്പിച്ച് കയ്യിലൊതുക്കാനുള്ളതായ ഒരു പാഠവും അവർക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് വാസ്തവത്തിൽ കേരളീയ സമൂഹത്തിന് അപമാനകരമാണ്. നമ്മുടെ സമ്പത്ത് ഒരു പരിധി വരെ വാസ്തവത്തിൽ അവർ ഉദ്ദേശിച്ച അത്ര കൊള്ളയടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും വൻതോതിൽ അവർ കൊള്ളയടിച്ചിട്ടുണ്ട്. അതെല്ലാം നശിച്ചാൽ പോലും ഈ കൊള്ളസംഘത്തെ നമ്മൾ മാന്യവൽക്കരിക്കുകയും വിശുദ്ധന്മാരാക്കുകയും അവരെ രാഷ്ട്രീയവും പൊതുകാര്യങ്ങളും പറയുന്നതിൻ്റെ ആൾക്കാരായി മാറ്റുകയും ചെയ്യുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിന്, കേരളത്തിലെ ജനങ്ങൾ ആർജിച്ചിട്ടുള്ള പ്രബുദ്ധതയ്ക്ക് നാണക്കേടാണ് എന്നുള്ളതാണ്
എൻ്റെ അഭിപ്രായം. അതെ, തീർച്ചയായും.